ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ദേശീയ ഉത്സവമായ അതായത് കുറ്റ്യാട്ടൂർ ഗ്രാമത്തിൻ്റെ ദേശീയ ഉത്സവമായ കുറ്റ്യാട്ടൂർ ശ്രീ കുറുമ്പ കാവ് താലപ്പൊലി മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള താലപ്പൊലി കുറിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഹരിജന വിഭാഗത്തിൽപ്പെട്ട അതായത് സനാതന സംസ്കാരത്തിൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുള്ള ആൾക്കാർ, ആ രീതിയിലുള്ള ഇതാണ് ഹരിജനങ്ങൾ. ഹരിജനങ്ങളാണ് ഇത് കുറിക്കുവാനുള്ള വിളംബരം ഗ്രാമങ്ങൾ മുഴുവൻ എത്തിക്കുകയും അവിടെ നിന്ന് നേരെ തിരിച്ച് ഈ നമ്മളെ ക്ഷേത്രത്തിൽ എത്തുകയും ഇവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഈ താലപ്പൊലി കുറിക്കുകയും ആ കുറിച്ച ഡേറ്റ് നാടുകളിലെല്ലാം വിളംബരം ചെയ്യുകയാണ് വർഷങ്ങളായി നടക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ അതായത് നമ്മുടെ സമീപ എല്ലാ പഞ്ചായത്തുകളുടെയും ദേശീയ ഉത്സവമായ താലപ്പൊലി മാർച്ച് 3, 4, 5, 6 തീയതികളിൽ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചു കാര്യങ്ങൾ, അതായത് താലപ്പൊലി കുറിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സനാതനമായ ഈ സംസ്കാരത്തിൽ ഇത്രയും വലിയ ഒരു പങ്ക് വർഷങ്ങളായി തലമുറകളായി ഇങ്ങനെ കൈമാറുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. കുറ്റ്യാട്ടൂരിൻ്റെ ദേശീയ ഉത്സവത്തിൻ്റെ ദിവസം കാണുന്ന ചടങ്ങാണ് താലപ്പൊലി കുറിക്കൽ. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബക്കാരും ദേശവാസികളുമെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ആ ദിവസവും ആ വർഷത്തെ കോലം ധരിക്കുവാനുള്ള ആരാണോ കോലം ധരിക്കാനുള്ളത് അവരെയും കൂടി പ്രശ്നത്തിൽ കണ്ടുകൊണ്ട് എല്ലാം തീരുമാനിക്കുന്ന ഒരു ദിവസമാണ്. അവിടെ ഈ ദേശവാസികളെല്ലാം തന്നെ ഒത്തുചേർന്നുകൊണ്ട് അന്ന് പ്രസാദ സദ്യ കഴിച്ചുകൊണ്ട് അന്ന് തന്നെ ദേവിയുടെ കാവിലെ പാട്ട് അന്ന് തുടങ്ങും. അത് കാവിലെ താലപ്പൊലി കഴിയുന്നത് വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ ദൂരമുള്ള കാവിലേക്ക്, അതായത് നമ്മുടെ കുറുമ്പ കാവിലേക്കുള്ള ദേവിയുടെ വിഗ്രഹവും എഴുന്നള്ളിപ്പും പോകുന്ന വഴിയിൽ എരിഞ്ഞിക്കോട്ട കത്തിച്ചുകൊണ്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ച ദേശവാസികളെല്ലാം ഒത്തുചേർന്ന് ദേവിയെ എഴുന്നള്ളിച്ചുകൊണ്ട് ബാക്കി എല്ലാ ചടങ്ങുകളും ആ കുന്നിൻ്റെ മുകളിലുള്ള അവിടെ വെച്ച് ഈ പറയുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ഒരു ഇത്. അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മുടെ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് കുടുംബക്കാരെല്ലാവരും ഒത്തുകൂടി വളരെ സന്തോഷകരമായ രീതിയിൽ ആ ഒരു 4 ദിവസം നമ്മുടെ ഒരു ദേശീയ ഉത്സവം തന്നെയാണ് ഈ കുറ്റ്യാട്ടൂർ കാവിലെ ഈ താലപ്പൊലി മഹോത്സവം. സമീപ പഞ്ചായത്തുകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കലശം എഴുന്നള്ളിപ്പോടുകൂടിയുള്ള വാദ്യത്തിൻ്റെ അകമ്പടിയോടെ കലശം എഴുന്നള്ളിപ്പും ഖണ്ഡകർണൻ വസൂരിമാല, അതായത് ഭഗവതിയുടെ കോലങ്ങളടക്കമുള്ള ചടങ്ങാണ് ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും ക്ഷേത്രത്തിൽ നടക്കുന്നത്. പ്രസാദ സദ്യ ഉൾപ്പെടെ ഉള്ള ഇതിലും ചന്തകളും അങ്ങനെയൊക്കെയായി എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. താലപ്പൊലി കുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എരിഞ്ഞിക്കോട്ട കാഴ്ചകളാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ ഉത്സവത്തിന് ദിവസം കുറിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലെ ഇതിലേക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.